നമസ്കാരം. അഘോര വിഷൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ പ്രദീപ് നായർ. നമ്മളിന്നിവിടെ ഈ ചാനലിലൂടെ നോക്കാൻ പോകുന്നത് ഈ മെയ് മാസത്തിന് തുടക്കം കുറിക്കുമ്പോൾ 5 നക്ഷത്രക്കാർക്ക് രാജയോഗ കാലമാണ്. ഈ 5 നക്ഷത്രക്കാർക്ക് രാജയോഗ കാലമാണെന്ന് പറയുമ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ എന്നോട് വിളിച്ചു വെച്ചു 1-2 ആൾക്കാർ ചോദിച്ചു, ചില നക്ഷത്രങ്ങൾ കണ്ടകശനിയിൽ പെട്ടതാണ്, പക്ഷെ ആ കണ്ടകശനിയിൽ പെട്ട നക്ഷത്രങ്ങൾക്ക് എങ്ങനെയാണ് ഈ പറയുന്ന ഫലങ്ങൾ ലഭിക്കുക എന്നാണ് ചോദിച്ചത്. അതിന് മറുപടി എന്നോണം ഞാൻ പറയുകയാണ്. ഞാനിവിടെ ആരെയും അധിക്ഷേപിക്കുന്നില്ല. നമ്മളെല്ലാവരും അറിവിൽ ഒരു പരിമിതരാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഈ കണ്ടകശനി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് സാധാരണക്കാർക്ക് അറിയില്ല. അതിനെ കുറിച്ചിട്ട് കണ്ടകശനി എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് കണ്ടകശനി എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇന്നിവിടെ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. കാരണം ഈ വീഡിയോ നീണ്ടു പോകും, കുറച്ച് നിങ്ങൾ എന്നോട് ക്ഷമിച്ച് ഇത് കാണുക ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് കണ്ടകശനി എന്നുള്ളതും അത് എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാവും. കണ്ടകശനി എന്ന് പറഞ്ഞാൽ സാധാരണ അസ്ട്രോളജർമാർ പറയുന്നത് കേന്ദ്രഭാവങ്ങളിൽ, അതായത് നമ്മൾ ജനിച്ച കൂറിന്റെ കേന്ദ്രഭാവങ്ങളിൽ ശനി വരുമ്പോൾ, ചാരവശാൽ ശനി സഞ്ചരിക്കുമ്പോൾ കണ്ടകശനി ഉണ്ടാവുന്നു. അപ്പൊ കേന്ദ്രഭാവങ്ങൾ ഏതാന്ന് വെച്ചാൽ അത് സാധാരണക്കാർക്ക് അറിയില്ല. കേന്ദ്രഭാവങ്ങൾ ഏതാന്ന് വെച്ചാൽ അറിയില്ല. അപ്പൊ കേന്ദ്രഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂറിന്റെ 1, 4, 7, 10 ഭാവങ്ങളാണ് കേന്ദ്രഭാവങ്ങൾ. പിന്നെ ഒന്ന് വരുന്നത് 7ര ശനിയാണ്. അത് 2, 12 ഭാവങ്ങളാണ്. 2ാമത്തെ ഭാവവും 12ാമത്തെ ഭാവവും. പിന്നെ ഒന്ന് ജന്മശനിയാണ്. പിന്നെ ഒന്ന് വരുന്ന അഷ്ടമശനിയാണ്. ഇത്രയും ശനി ചാരവശാൽ സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾക്ക് പല ജീവിതാനുഭവങ്ങൾ മാറ്റം മറിച്ചിലുണ്ടാവുന്നത്. ജീവിതത്തിൽ ചിലപ്പോൾ നല്ല രീതിയിൽ പോകുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ജീവിതം ഡൗൺ ആവുകയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അവരെ അലട്ടുകയും മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുകൾ അലട്ടുകയും സാമ്പത്തികമായി മൊത്തം തകർന്നു പോവുകയും, ചിലവർ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തവരൊക്കെ പെട്ടെന്ന് ഡൗൺ ആയി പോയി, ആകപ്പാടി താളം തെറ്റി, ചിലവരൊക്കെ ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്നവർ പോലും ഈ കണ്ടകശനി കാലത്ത് ഉണ്ടാവാറുണ്ട്. ചിലരെ ബാധിക്കാറുണ്ട് ശനി. സത്യമാണ്, ശനി ചിലവരെ ബാധിക്കും. പക്ഷെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാവരെയും ശനി ബാധിക്കുന്നില്ല. ഞാൻ പ്രത്യേകം എൻ്റെ വീഡിയോകളിൽ എടുത്ത് പറയാറുണ്ട്, ശനി എങ്ങനെ ബാധിക്കുന്നു വെച്ചാൽ 1, 4, 7, 10 പറഞ്ഞ അതായത് കേന്ദ്രഭാവങ്ങളിൽ ശനി വന്നാൽ കണ്ടകശനി സംഭവിക്കുന്നു നമ്മൾ പറഞ്ഞു. അതായത് 1, 4, 7, 10 കേന്ദ്രഭാവങ്ങൾ. അപ്പോ അവിടെ ഒന്ന് മനസ്സിലാക്കണം, ഈ സാധാരണക്കാരോട് പറഞ്ഞ് പേടിപ്പെടുത്തുന്ന ചില ആൾക്കാരുണ്ട്. ഞാൻ എല്ലാവരെയും പറയല്ല, നല്ല അറിവുള്ള ജ്യോത്സ്യ ഗുരുക്കന്മാരാണ് കേരളത്തിലുള്ളത്. ധാരാളം ഗുരുക്കന്മാരുണ്ട്. നല്ല പാണ്ഡിത്യമുള്ള, പാരമ്പര്യമുള്ള ഗുരുക്കന്മാരുള്ള കേരളമാണിത്. പക്ഷെ ചില ആൾക്കാർ അതിൽ പറയുന്നു 1, 4, 7, 10 രാശികളിൽ വരുന്നവർക്ക് കണ്ടകശനി അല്ലേ, പിന്നെ അവർക്ക് എങ്ങനെയാണ് ഫലം കിട്ടുന്നതെന്ന് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ജാതകം ഒന്ന് നോക്കിക്കുക. നിങ്ങളുടെ നാട്ടില് അസ്ട്രോളജർമാരെ കൊണ്ട് നിങ്ങളുടെ ജാതകം നോക്കിക്കുക. അപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും, അതിൽ നിങ്ങൾക്ക് ശനി എങ്ങനെയാണ് നിങ്ങളുടെ ജാതകത്തിൽ നിലകൊള്ളുന്നത് നോക്കുക. ശനി നിങ്ങളുടെ ജാതകത്തിൽ നല്ല രീതിയിലാണ് നിലകൊള്ളുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ കണ്ടകശനി ബാധിക്കില്ല. ആ സത്യം നിങ്ങൾ മനസ്സിലാക്കുക ആദ്യം. അപ്പൊ നിങ്ങൾ 1, 4, 7, 10 നിങ്ങളുടെ രാശിയിൽ നിങ്ങളെ കൂറിൽ വന്നാൽ പോലും നിങ്ങളെ ബാധിക്കുന്നില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ശനി നിൽക്കുന്നത് ഇപ്പോ കഴിഞ്ഞ മാർച്ച് 29-ാം തീയതി രാത്രി 10:38 വരെ ശനി കുംഭം രാശിയിലായിരുന്നു. 39-ന് ശനി ഭഗവാൻ മീനം രാശിയിലേക്ക് മാറി. തന്റെ കുംഭം രാശിയിൽ നിന്നും ശനി ഭഗവാൻ വ്യാഴത്തിന്റെ മീനം രാശിയിലേക്ക് മാറി. അതോടുകൂടിയിട്ട് ആർക്കൊക്കെ കണ്ടകശനി വരും എന്ന് നോക്കാം. ഒന്ന്, മീനം രാശിയിൽ നിൽക്കുന്ന പൂരട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ജന്മശനിയായി. അതുപോലെ തന്നെ മേടം രാശിയിൽ വരുന്ന
അശ്വതി, ഭരണി, കാർത്തിക കാൽ നക്ഷത്രക്കാർക്ക് ഏഴര ശനിയായി. പിന്നീട് വരുന്നത് മിഥുനം രാശിക്കാർക്കാണ്. അതായത് മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് ആ കൂറിന്റെ 10ാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. അപ്പോൾ അത് കണ്ടക ശനിയായി. പിന്നെ വരുന്നത് ചിങ്ങൻ രാശിക്കാരാണ്. ചിങ്ങൻ രാശിക്കാർക്ക് വരുന്ന ശനി അഷ്ടമ ശനിയാണ്. അതായത് മകം, പൂരം, ഉത്രം കാൽ നക്ഷത്രക്കാർക്ക് വരുന്നത് അഷ്ടമ ശനിയാണ്. പിന്നെ വരുന്നത് കണ്ടക ശനിയാണ് കന്നി രാശിക്കാർക്ക്. കന്നി രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരുന്നത് കണ്ടക ശനിയാണ്. പിന്നെ വരുന്നത് ധനു രാശിക്കാർക്കാണ്. അതിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടം കാൽ നക്ഷത്രക്കാർക്ക് കണ്ടക ശനിയാണ്. 4ാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്, അതുകൊണ്ട് കണ്ടക ശനിയാണ്. പിന്നെ വരുന്നത് കുംഭം രാശിയിലെ നക്ഷത്രക്കാർക്കാണ് ഏഴര ശനി വരുന്നത്. ഇത്രയും നക്ഷത്രക്കാർക്കാണ് ശനി കൊണ്ട് ഉപദ്രവം ഉണ്ട് എന്ന് നമ്മൾ പറയപ്പെടുന്നത്. പക്ഷെ അത് പൊതുഫലമാണ്. ഞാൻ അടക്കമുള്ള അസ്ട്രോളജർമാര്, യൂട്യൂബ് ചെയ്യുന്നവരൊക്കെ പറയുന്നത് എന്താണ്, ഇത് പൊതുഫലം എന്നാ പറയുന്നത്. അല്ലാതെ നിങ്ങളെ ഒരാളെ ഇന്ന ആളെ ബാധിക്കുന്നു പറയുന്നില്ല. നിങ്ങളുടെ ജാതകം കൃത്യമായി പരിശോധിച്ചാൽ മാത്രമേ ശനി നിങ്ങളുടെ ജാതകത്തിൽ എങ്ങനെയുണ്ടോ, നല്ല രീതിയിലാണ് ശനിയുടെ നിൽപ്പ് എങ്കിൽ നിങ്ങളെ കണ്ടക ശനി ബാധിക്കില്ല. അതല്ല, മോശം സ്ഥാനങ്ങളിലാണ് ശനി നിൽക്കുന്നതെങ്കിൽ നിങ്ങളെ കണ്ടക ശനി ബാധിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ സാധാരണക്കാരെ പറഞ്ഞ് പേടിപ്പിച്ച് കണ്ടക ശനി മാറ്റിത്തരാം, നിങ്ങൾക്ക് കണ്ടക ശനിയാണ്, നിങ്ങൾക്ക് മരണം സംഭവിക്കും, നിങ്ങൾക്ക് വലിയ വലിയ അപകടങ്ങൾ വരും, നിങ്ങൾ കോടീശ്വരനാണ്, നിങ്ങൾക്ക് ബിസിനസ്സുകൾ ചെയ്യുമ്പോൾ ബിസിനസ്സൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് നിങ്ങൾ കുത്തുവാളെടുക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു പറഞ്ഞ് പേടിപ്പെടുത്തി 1.5 ലക്ഷം 2 ലക്ഷം രൂപ ഹോമം ചെയ്ത് കണ്ടക ശനി മാറ്റിത്തരാ എന്ന് പറയുന്ന ബിരുദന്മാരുള്ള കേരളമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എപ്പോഴും. എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, കണ്ടക ശനി ഒരിക്കലും മാറ്റാൻ കഴിയില്ല ഉള്ളവർക്ക്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ വരുന്ന ചില നക്ഷത്രക്കാർക്ക് മാത്രമേ വരുള്ളൂ. അവർക്ക് ഒരിക്കലും കണ്ടക ശനി മാറ്റാൻ കഴിയില്ല. അത് നിയോഗമാണ്. നമ്മൾ അനുഭവിക്കേണ്ട 2.5 വർഷക്കാലം നമ്മൾ അനുഭവിക്കേണ്ട നിയോഗമാണ്. പക്ഷെ ഈ 2.5 വർഷക്കാലം മുഴുവൻ നിങ്ങൾ അനുഭവിക്കേണ്ട ആരും വരില്ല. ശനി പറയുന്നത് ഒരു ചെറിയ മരത്തിന്റെ മുകളിൽ വലിയൊരു പക്ഷി വന്നിരുന്നു കഴിഞ്ഞാൽ, പറന്നു വന്നിരുന്നു കഴിഞ്ഞാൽ ആ മരം ഒന്ന് കുലുങ്ങും. പിന്നെ കുറച്ചു നേരം ഇരുന്ന് കഴിയുമ്പോൾ ശാന്തമാവും, പിന്നെ അനക്കമുണ്ടാവും. അതേപോലെ ശനി വരുമ്പോ മാത്രം നമ്മളൊന്ന് പിടിച്ച് കുലുക്കും, പിന്നെ മൂപ്പരൊന്നും മെല്ലെ അവിടെ ഇരുന്ന് സ്റ്റാൻഡ് ആയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. പിന്നെ പോകുന്ന സമയമായിരിക്കും മൂപ്പര് പ്രശ്നം ഉണ്ടാക്കുക. അത്ര ശ്രദ്ധിക്കുക. അപ്പോ ഒരു കണ്ടക ശനി മാറ്റാനും 1.5 ലക്ഷം 2 ലക്ഷം കൊടുത്ത് നിങ്ങൾ പൂജാ ഹോമങ്ങൾ ചെയ്യരുത്. അങ്ങനെ മാറ്റാൻ കഴിയില്ല. ശനി എന്ന് പറഞ്ഞ ഗ്രഹം ഒരു നീതിമാനായ ഗ്രഹമാണ്. നീതി നടപ്പാക്കുന്നതിൽ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഗ്രഹമാണ് ശനി ഭഗവാൻ എന്ന് മനസ്സിലാക്കണം. ശനി നീതിയാണ് നടപ്പാക്കുന്നത്. നീതി നടപ്പാക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ, സത്യസന്ധനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ റോളാണ് ശനിക്കുള്ളത്. കൃത്യമായി നടപ്പാക്കും. ആരുടെയും മുഖം നോക്കാതെ ശനി നിയമം നടപ്പാക്കും എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ സാക്ഷാൽ മഹാദേവന് പോലും ശനി ബാധിച്ചിട്ടുണ്ടെന്ന പുരാണങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്, ഇല്ലേ? പിന്നെ അതിലും വലുതാണോ നമ്മളെ പോലെ സാധാരണക്കാർ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. പറഞ്ഞുകൊണ്ട് എനിക്ക് പറയാണ്ടിരിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ സത്യം നിങ്ങൾ അറിയണം. സാധാരണക്കാരായ ആൾക്കാർ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ ഹോമം ചെയ്യുക, പൂജ ചെയ്യുക എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു പേടിപ്പെടുത്തി പറ്റിക്കുന്ന ഒരു രീതി കണ്ടുവരുന്നതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ശ്രദ്ധിക്കുക. അങ്ങനെ ഹോമം ചെയ്താലോ പൂജ ചെയ്താലോ ശനിയുടെ ദോഷം തീരില്ല. ശനിക്ക് എങ്ങനെയാണ് ദോഷം തീരുക എന്ന് വെച്ചാൽ, ശനിക്ക് നമ്മുടെ നാട്ടിൽ ചെയ്യാവുന്ന ചെറിയ ചെറിയ പരിഹാരങ്ങളുണ്ട്, ക്ഷേത്രങ്ങളിൽ ചെയ്യാവുന്ന. അതായത് പ്രധാനമായിട്ടും പറയുന്നത് നമ്മുടെ കേരളത്തിൽ ശനീശ്വര ക്ഷേത്രങ്ങൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ശനീശ്വര ക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിലൊക്കെ ധാരാളമാണ്. നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് അയ്യപ്പ ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്യും. അതായത് വിളക്ക്, മാല, പുഷ്പാഞ്ജലി, എള്ളുതിരി കത്തിക്കുക, നീരാഞ്ജനം. എല്ലാ ശനിയാഴ്ചയും നീരാഞ്ജനം കഴിപ്പിക്കുന്നത് ശനിയുടെ ദോഷം കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. അയ്യപ്പ സ്വാമിയുടെ ഭക്തരെ ശനി കൂടുതലായി ബാധിക്കാറില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്കൊരു സമാധാനവും ശാന്തവും കിട്ടും. അതായത് നമ്മളെ ഈ ദോഷം അറിയാതെ പോകും എന്നുള്ളതാണ്. പിന്നീട് ഹനുമാൻ സ്വാമി ക്ഷേത്രങ്ങളിൽ ചില വഴിപാടുകൾ ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് ശനിക്ക് വഴിപാടുകൾ ചെയ്യാനുള്ളത്. അല്ലെങ്കിൽ നവഗ്രഹങ്ങളുള്ള ക്ഷേത്രങ്ങൾ ശനിക്ക് പ്രത്യേകം വഴിപാട് ചെയ്യാം, അല്ലെങ്കിൽ നവഗ്രഹ പൂജ ചെയ്യാം, അല്ലെങ്കിൽ നവഗ്രഹങ്ങളുള്ള സ്ഥലത്ത് ശനീശ്വരന് മാത്രം പൂജ ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് ശനിദോഷത്തിന്. പിന്നെ ശനീശ്വരനെ ഭജിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ദോഷ പരിഹാരം. ഭഗവാനെ ഭജിക്കുക എന്നുള്ളതാണ്. ഭഗവാന്റെ ഭക്തരെ ഭഗവാൻ
ഉപദ്രവിക്കുക അല്ല ഞാൻ പറഞ്ഞില്ലേ, നീതി നടപ്പാക്കുന്നതിൽ സമാധാനം കിട്ടുമെന്നുള്ളതാണ്. പറഞ്ഞുകൊണ്ട് മെയ് മാസത്തിൽ തുടക്കം കുറിക്കുമ്പോൾ ജ്യോതിഷപ്രകാരം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. 5 നക്ഷത്രക്കാര് ഇതിൽ സമ്പന്നരാകാൻ സാധ്യതയുള്ള നക്ഷത്രക്കാരാണ്. മാത്രമല്ല അവരുടെ ജീവിതത്തിൽ വൻ പുരോഗതിക്ക് സാധ്യതയുള്ള നക്ഷത്രക്കാരാണ്. സമാധാനത്തിലും സമ്പത്തിലും അവർ മുന്നിലെത്തി നിൽക്കും. കുടുംബകാര്യങ്ങളിലായിക്കോട്ടെ, എല്ലാ തരത്തിലായിക്കോട്ടെ, അവർ ഈ മെയ് മാസ തുടക്കത്തിൽ തന്നെ അവർ ജീവിതത്തിൽ ഒരു വഴിത്തിരിവിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്ന കാലഘട്ടമാണ് അവരെ സംബന്ധിച്ച്. ഇനി ഇതിൽ കണ്ടകശനി ബാധിക്കുമോ എന്ന് ചോദിക്കരുത്, എന്നുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 27 നക്ഷത്രക്കാരിൽ പ്രധാനമായും ഈ 5 നക്ഷത്രക്കാർക്കാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ഒന്ന് അമർത്തുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് മെയ് മാസ തുടക്കത്തോടു കൂടി ഉണ്ടാവാൻ പോകുന്നത്. വ്യാഴത്തിന്റെ മാറ്റവും ഇവർക്ക് അനുകൂലമാണ്. വളരെ നല്ല രീതിയിലേക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഇവർക്ക് ഒത്തുവരികയും ബിസിനസ്സുകാർക്കൊക്കെ നല്ലൊരു സമയം കൂടിയാണ് ഈ മെയ് മാസം തുടക്കത്തോടു കൂടി ഉണ്ടാവാൻ പോകുന്നത്. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, വീട്ടമ്മമാർക്ക്, പുതിയ തൊഴിൽ നേടുന്നവർക്ക് എല്ലാം നല്ല അനുഭവങ്ങളായിരിക്കും ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാന നക്ഷത്രങ്ങളിൽ ഒന്നാണ് ഭരണി നക്ഷത്രം എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അടുത്ത നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് അത്ഭുതകരമായ ധനനേട്ടമാണ് ഉണ്ടാവാൻ പോകുന്നത്. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അവർ പ്രതീക്ഷിക്കാതെ പോലും സമ്പത്ത് ഏതു വിധേനയും കയ്യിലെത്തുന്ന സമയമാണ് ഈ മെയ് മാസം തുടക്കത്തോടു കൂടി ഉണ്ടാവാൻ പോകുന്നത്. ബിസിനസ്സിൽ വൻ വിജയം കുതിപ്പുണ്ടാവും. നല്ല രീതിയിൽ സാധാരണ ഏത് തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കാർത്തിക നക്ഷത്രക്കാർക്ക് വിജയിക്കാനുള്ള ഒരു സമയം കൂടിയാണ് ഈ മെയ് മാസം. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഇന്റർവ്യൂവിന് പോകുന്നവർക്കൊക്കെ നല്ല സമയം കൂടിയാണ്. വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ പഠിച്ചതൊക്കെ മനസ്സിൽ നിൽക്കാൻ സാഹചര്യമുള്ള ഒരു സമയം കൂടിയാണ് ഈ ഒരു മെയ് മാസം തുടക്കത്തോടു കൂടി ഉണ്ടാകാൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞ കാർത്തിക നക്ഷത്രക്കാർക്കും നല്ല ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിലുടനീളം ഉണ്ടാകുന്ന ഒരു സമയമാണ് മെയ് മാസം. അടുത്തായിട്ട് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങളാണ്, പല അനുകൂലമായ മാറ്റങ്ങളാണ് ഈ മെയ് മാസത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ബുധനും വ്യാഴവും രാശി മാറുന്നതോട് കൂടിയിട്ട് ഇവർക്ക് ജീവിതത്തിൽ വെച്ചടി കയറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജോലി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്നും വെച്ചടി കയറ്റം, സ്ഥാനക്കയറ്റത്തിനൊക്കെ സാധ്യതയുള്ള സമയമാണ്. മാത്രമല്ല ജോലിയിൽ ഉണ്ടാവുന്ന പല ബുദ്ധിമുട്ടുകൾക്കും ഒരു പരിഹാരം വരാൻ പോകുന്ന സമയം കൂടിയാണ്. അവര് തന്നെ പ്രതീക്ഷിക്കാതെ പരിഹാരം ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു സമയം. ശമ്പള വർധനവിനും പറ്റിയ സമയം കൂടിയാണ്. മാത്രമല്ല തൊഴിൽ തേടി നടക്കുന്നവർക്കൊക്കെ അത് കയ്യെത്തും ദൂരത്ത് അല്ലെങ്കിൽ എത്തിപ്പെടാൻ വളരെ എളുപ്പത്തിൽ എത്തുന്ന ഈ സമയമാണ് മെയ് മാസ തുടക്കത്തോടു കൂടി ഉണ്ടാകാൻ പോകുന്നത്. വിദ്യാർത്ഥികൾക്കായിക്കോട്ടെ, എല്ലാ തരത്തിലുള്ള ജോലി ചെയ്യുന്നവർക്കായിക്കോട്ടെ, തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മെയ് മാസം അടിച്ച് പൊളിക്കും നിങ്ങൾ. അടുത്തായിട്ട് തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ടക്കാരെ സംബന്ധിച്ചാൽ ഈ ഒരു മെയ് മാസം അവർക്ക് വരുമാനത്തിൽ വർധനവുണ്ടാവും. അതായത് ജോലിയിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, അവർക്ക് ഈ മെയ് മാസം തുടക്കത്തോട് കൂടിയിട്ട് നല്ലൊരു മാറ്റം ഉണ്ടാവും. വർധനവ്, ധാരാളം പണം വന്നെത്തുന്ന ഇത് അറിയും കൂടിയില്ല അവരുടെ കയ്യിൽ എങ്ങനെ പണം എത്തിയെന്ന് പോലും അവർക്ക് പോലും അറിയില്ല. നാനാ വഴികളിലൂടെ പണം ഒഴുകിയെത്തുന്ന സമയമാണ് തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് മെയ് മാസം കൊണ്ടുവരുന്നത്. അതിനോടൊപ്പം വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കൊക്കെ ആ ഒരു യാത്രാ സൗഭാഗ്യം നേടിക്കിട്ടാനുള്ള ഒരു സമയം കൂടിയാണ്. മാത്രമല്ല പുതിയ ബിസിനസ്സിനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു വഴി തെളിയാനുള്ള സമയം കൂടിയാണ് മെയ് മാസം. ഈ ഒരു ഗ്രഹമാറ്റത്തോട് കൂടിയിട്ട് പല വിധത്തിലുള്ള, നാനാവിധത്തിലുള്ള ഗുണങ്ങൾ ഇവരെ തേടിയെത്തും എന്ന് തീർച്ച തന്നെയാണ്, ധൈര്യമായിട്ട് പറയാം നമുക്ക്. അടുത്തായിട്ട് ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് മെയ് മാസം തുടക്കത്തോട് കൂടിയിട്ട് പരീക്ഷയിലൊക്കെ നല്ല ഉന്നത വിജയം കരസ്ഥമാക്കാൻ പറ്റിയ സമയം കൂടിയാണ്. ഈ വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല പഠിച്ചാൽ മനസ്സിൽ നിൽക്കുന്ന സമയവും നല്ല വിജയത്തിലേക്ക് എത്താനും നല്ല സമയം കൂടിയാണ്. സാമ്പത്തിക ഉന്നതി ഉണ്ടാകുന്ന സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയാനുള്ളത്. ഈ വാഹനം ഉപയോഗിച്ച് വിൽപ്പന നടത്തുന്നവർക്കൊക്കെ അതൊരു
ലാഭത്തിലേക്ക് എത്താനും വാഹന സംബന്ധമായിട്ട് എന്ത് പ്രവൃത്തി ചെയ്യുന്നവർക്കും നല്ല കാലം കൂടിയാണ്. മാത്രമല്ല ആത്മവിശ്വാസം ഒരു ധാരാളം വർദ്ധിക്കുന്ന സമയം കൂടിയാണ്. ജീവിതത്തിൽ കുടുംബജീവിതമൊക്കെ വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സമയമാണ്. ഈ തർക്കത്തിൽ വിവാഹ സംബന്ധമായ കാര്യത്തിൽ തർക്കത്തിലൊക്കെ നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് അത് തർക്കം തീർന്ന് നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ പറ്റിയ സമയം കൂടിയാണ്. രക്ഷിതാക്കളുമായി അഭിപ്രായ വ്യത്യാസമുള്ള മക്കൾക്കും അത് അഭിപ്രായ വ്യത്യാസം തീർന്ന് രമ്യതയിലെത്താനും നല്ല രീതിയിൽ കുടുംബത്തോടൊപ്പം സമാധാനത്തോടെ ജീവിക്കാനും പറ്റിയ സമയമാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയാനുള്ളത്. മാത്രമല്ല എല്ലാ തരത്തിലും ഇവരുടെ ജീവിതത്തിൽ സാമ്പത്തിക സുരക്ഷ ഉണ്ടാവുന്നതാണ്. കാരണം നമുക്ക് ഉറപ്പിച്ച് പറയാം ഇവരുടെ ജീവിതത്തിൽ സാമ്പത്തിക പുരോഗതി ഈ മെയ് മാസത്തോടു കൂടി ഉറപ്പായിട്ടും ഉണ്ടാവുമെന്ന് തറപ്പിച്ച് പറയാം. ഇതൊക്കെ പറഞ്ഞതിൽ കൂടിയിട്ട് നിങ്ങളുടെ ജാതകത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പൂർണ്ണഫലം ഉണ്ടാവുക. ഞങ്ങൾ എല്ലാവരും പറയുന്നത്, ഞാൻ അടക്കമുള്ള എല്ലാവരും പറയുന്നത് പൊതുഫലമാണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ശുഭദിനം നേർന്നുകൊണ്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ പുതിയ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനും ഇത്തരം അറിവുകൾ പങ്കുവയ്ക്കുന്നതിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.